KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കറിൽ ഒന്ന് മൂന്നാർ കണ്ടാലോ? വളരെ റീസെന്റ് ആയിട്ട് തുടങ്ങിയ ഒരു സർവീസാണ് ഈ മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്. സത്യം പറയാലോ, വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് തന്നെയാണിത്. ഇവർക്ക് ഡെയിലി 4 സർവീസുകളാണുള്ളത്. ഓരോ ട്രിപ്പും ഓൾമോസ്റ്റ് ഒരു 3 hour ജേർണിയാണ്. KSRTCയുടെ വെബ്സൈറ്റിൽ പോയിട്ടാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ലോവർ ഡെക്കിന് പെർ പേഴ്സൺ 200 രൂപയും അപ്പർ ഡെക്ക് ആണെങ്കിൽ പെർ പേഴ്സൺ 400 രൂപയാണ് ടിക്കറ്റ് ചാർജസ് വരുന്നത്. ഞങ്ങൾ ഈവനിങ് ട്രിപ്പാണ് ബുക്ക് ചെയ്തിരുന്നത്. ഒരു 3:30 ഒക്കെ ആയപ്പോൾ ബസ് എടുത്തു. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒത്തിരി ഒരു പേടി ഉണ്ടായിരുന്നു, കാരണം ഇങ്ങനെ ഹെയർ പിന്നൊക്കെ കയറുമ്പോൾ മഴയൊക്കെ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ സത്യം പറയാലോ, ആ ചെറിയൊരു ചാറ്റൽ മഴയിൽ ആ മൂന്നാറിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ഒരു ഭംഗിയായിരുന്നു. നമ്മൾ സാധാരണ ഒരു വെയിലുള്ള സമയത്ത് കാണുന്ന അതല്ല, അതിനേക്കാളും ഒരു വേറൊരു ഭംഗി. അത് ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ്. ആദ്യത്തെ സ്റ്റോപ്പ് സിഗ്നൽ വ്യൂ പോയിന്റ് ആണ്. മലനിരകളും പച്ച പുതച്ച തേയിലത്തോട്ടവും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണിത്. അതിനുശേഷം പോകുന്നത് ഗ്യാപ്പ് റോഡിലേക്കാണ്. ഗ്യാപ്പ് റോഡ് വ്യൂ പോയിന്റ്, പെരിയ കനാല്, ആനയിറങ്കൽ ഡാം, മലയിലുള്ള പോയിന്റ്സിലാണ് വണ്ടി നിർത്തുന്നത്. ഓരോ പോയിന്റ്സിലും ഏകദേശം 10 മിനിറ്റോളം വണ്ടി നമുക്ക് ആവശ്യത്തിന് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കാൻ സാധിക്കും. കേരള ടൂറിസത്തിന്റെ വളരെ നല്ല ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് തോന്നുന്നത്. നിങ്ങൾ മൂന്നാർ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാർ ഡബിൾ ഡെക്കർ ബസ് ട്രൈ ചെയ്യണം. അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഷെയർ ചെയ്യണം. ഇനി ഓൾറെഡി പോയിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് കൂടി കമൻസിൽ ഷെയർ ചെയ്യാം.